ബോസ് IAS കോച്ചിംഗ് സെന്ററിൽ മരിച്ച വിദ്യാർത്ഥികളിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു. എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. നിയമപരമായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അഡീഷണൽ DCP സച്ചിൻ ശർമ്മ പറഞ്ഞു. സംഭവത്തിൽ ഡൽഹി സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ കസ്റ്റഡിയിലുള്ളതായാണ് സൂചന. ശരത്ലാൽ ചേരുന്ന വിവരങ്ങളുമായി. ശരത്ത്, 3 പേരുടെ മരണം, അതിൽ ഒരാൾ മലയാളി, ഒപ്പം മറ്റ് 2 പേർ ആരൊക്കെയാണ്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അവിടെ സ്വാതി മലിവാൾ MP അടക്കം എത്തിയതായും അറിയാൻ കഴിയുന്നു. സേതുലക്ഷ്മി, മരിച്ച മലയാളിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം JNUവിൽ നിന്ന് PhD എടുത്ത ശേഷമാണ് ഈ റാവു കോച്ചിംഗ് സെന്ററിൽ IASന് ചേർന്നത്. കഴിഞ്ഞ 8 മാസമായി ഈ IAS കോച്ചിംഗ് കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള പട്ടേൽ നഗറിലാണ് താമസം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. PhD കഴിഞ്ഞ ശേഷമാണ് എറണാകുളം സ്വദേശിയായ ഇദ്ദേഹം IASന് കോച്ചിങ്ങിന് ചേർന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഡൽഹിയിലെ കരോൾ ബാഗിനടുത്തുള്ള ഓൾഡ് രാജേന്ദ്ര നഗർ പ്രദേശത്ത് മഴ ആരംഭിച്ചത്. 7:10 കൂടി തന്നെ വിദ്യാർത്ഥികൾ ബേസ്മെന്റിൽ കുടുങ്ങി കിടക്കുന്നു എന്ന പേര് ഫയർ സർവീസിന് സന്ദേശം എത്തുകയും 7:30 തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എന്നതാണ് പോലീസ് പറയുന്ന വിവരം. എന്നാലും ഇത്ര വൈകിട്ട് അർദ്ധരാത്രി 12 മണി വരെ രക്ഷാപ്രവർത്തനം നടത്തിയ ശേഷമാണ് 14 വിദ്യാർത്ഥികളെ പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഡെവിന്റെ മൃതദേഹം ലഭിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത് കനത്ത മഴയും അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുമാണ് എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. ഏതായാലും വളരെ ദാരുണമായ ഒരു അപകടമാണ്. അത് അനാസ്ഥ കൊണ്ട് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പോലീസ് പ്രാഥമിക വിവര റിപ്പോർട്ടിൽ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു കവാടം മാത്രമാണ് ഈ ബേസ്മെന്റിൽ ഉണ്ടായിരുന്നത്. ആ കവാടത്തിലേക്ക് വെള്ളം എരിച്ചു കയറിയതോടുകൊണ്ട് മാത്രമാണ് ഇത്രയും മരണസംഖ്യ ഉയരാനും കാരണമായത് എന്ന് ഡൽഹി പോലീസ് പറയുന്നു. ഏതായാലും റാവു കോച്ചിംഗ് സെന്ററിന്റെ ഉടമയടക്കമുള്ള ആൾക്കാരെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കടുത്ത പ്രക്ഷോഭത്തിലാണ്. വിദ്യാർത്ഥികൾ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. സ്ഥലത്ത് കെജ്രിവാളിനെതിരെയും അതേപോലെ തന്നെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെയും ശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ്. എന്നാലും BJP ഇക്കാര്യത്തിൽ ഏറ്റുപിടിച്ചിട്ടുണ്ട്. BJP MPമാരും BJP സംസ്ഥാന അധ്യക്ഷനും അതേപോലെ തന്നെ കെജ്രിവാൾ വിവിധ വിഭാഗവും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സേതുലക്ഷ്മി, ശരത്ത്, അതിനോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ ആരോപിക്കുന്ന ഒരു കാര്യം, ഓടകൾ വൃത്തിയാക്കാൻ അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ്. ഒപ്പം സ്വാതി മലിവാൾ MP അടക്കം നഗരസഭയ്ക്കെതിരെയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നല്ലോ. നഗരസഭയുടെ നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ? നഗരസഭ പറയുന്നത്, നഗരസഭയുടെ ചെയർമാൻ പറയുന്നത്, ഡൽഹി നഗരസഭ വ്യക്തമാക്കിയിരുന്നത് ഇതൊരു നേച്ചറൽ കലാമിറ്റിയാണ്, തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, വെള്ളം മഴ പെയ്തുകൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ ലോക്കൽ MLAക്ക് നിരവധി തവണ ഈ പ്രദേശവാസികൾ, അതായത് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ കംപ്ലൈന്റ് കൊടുത്തതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സേതുലക്ഷ്മി, തികച്ചും അനാസ്ഥയാണ് ഇക്കാര്യത്തിൽ എന്നാണ് അവിടെയുള്ള താമസക്കാരായ ആൾക്കാർ പറയുന്നത്. അവരും ഇപ്പോൾ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും ദാരുണമായ 3 കുട്ടികളുടെ ദാരുണമായ മരണം വേണ്ടി വന്നു. ഇപ്പോൾ ആൾക്കാരുടെ കണ്ണ് തുറപ്പിക്കാൻ നമ്മൾ തിരുവനന്തപുരത്ത് നടന്ന പോലെ തന്നെ ഈ മുഴുവൻ ഓടകളും വൃത്തിയാക്കുന്നതിനുള്ള അപാകതയാണ് ഈ വാട്ടർ ലോഡ്ജിന് കാരണമെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ പ്രാഥമിക FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കേസിലെ 1-ാം പ്രതി ആവുക ഇങ്ങനെയാണെങ്കിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരിക്കും. ഏതായാലും ഓട വൃത്തിയാക്കുന്നില്ല ഡൽഹിയിൽ. അതുകൊണ്ടാണ് ഡൽഹിയിൽ വാട്ടർ ലോഡ്ജിങ് വരുന്നത്. ആ വാട്ടർ ലോഡ്ജിങ് കാരണമാണ് ഈ ബേസ്മെന്റിൽ വെള്ളം കയറിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ബേസ്മെന്റിൽ ലൈബ്രറിയോ ബേസ്മെന്റ് കാർ പാർക്ക് ചെയ്യാനുള്ളതാണ്. അവിടെ കൺവേർട്ട് ചെയ്ത് അത് മാറ്റി അവിടെ ലൈബ്രറിയും അതുപോലെ ക്ലാസ് റൂമും ആക്കിയ റാവു കോച്ചിംഗ് സെന്ററിനെതിരെയും പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കോച്ചിംഗ് സെന്റർ നടത്തിപ്പുകാരായ 2 പേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി, ശരി ശരത്ത്, എന്താണെങ്കിലും അത്യന്തം ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഡൽഹിയിലെ സിവിൽ സർവീസ് അക്കാദമിയിലെ ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ
വീണാണ് 3 മരണം. അതിൽ ഒരാൾ മലയാളിയാണ്. എറണാകുളം സ്വദേശിയായ നവീൻ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ വലിയ സംഭവം ഉണ്ടായത്. പുലർച്ചെ 1 മണിയോടെയാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മറ്റ് 2 വിദ്യാർത്ഥികളും, ഈ മലയാളികളല്ലാത്ത മറ്റ് 2 വിദ്യാർത്ഥികൾ കൂടി ഈ അപകടത്തിൽ അവർക്കും ജീവൻ നഷ്ടപ്പെട്ടു. എന്താണെങ്കിലും പ്രതിഷേധം തുടരുകയാണ്. വിദ്യാർത്ഥികൾ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇവർക്കൊപ്പം തന്നെ സ്വാതി മലിവാൾ എംപിയും പ്രതിഷേധ സ്ഥലത്തെത്തിയിരുന്നു. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഈ സംഭവത്തിൽ നിയമപരമായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് അഡീഷണൽ DCP സച്ചിൻ ശർമ്മ പറയുന്നത്. कल शाम को एक बेसमेंट में पानी भर जाने से कुछ लोगों को ट्रैप होने की खबर आई थी, जिस पे दिल्ली पुलिस, दिल्ली फायर सर्विस और NDRF के टीम्स ने रिस्पॉन्ड किया था. हमने क्विकली कोऑर्डिनेट करके इन टीम्स का रिस्पॉन्स को भी कोऑर्डिनेट किया था और सर्च एंड रेस्क्यू ऑपरेशन वहाँ चलाए गए थे. वहाँ पे सर्च एंड रेस्क्यू ऑपरेशन के बाद 3 डेड बॉडीज वो बेसमेंट से रिकवर हुए थे. उनकी पहचान कर ली गई है और उनके परिवारजनों को सूचना दे दी गई है. इसमें श्रेया यादव हैं जो नेटिव हैं अंबेडकर नगर UP के, तानिया सोनी हैं जिनका परमानेंट एड्रेस तेलंगाना का है, और नवीन डेल्विन हैं जो एर्नाकुलम केरला के रहने वाले थे. इस मामले में हमने एक FIR भी रजिस्टर कर लिया है, जो FIR राजेंद्र नगर थाने में दर्ज किया गया है